ഹലോ ഫ്രണ്ട്സ്, ഓഗസ്റ്റ് സെക്കൻഡ് വീക്കിന്റെ ഉള്ളിലായി നിങ്ങൾക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ ഏറ്റവും ടഫായ മാത്സിന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്താലോ? അരിത്മെറ്റിക് സീക്വൻസ്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, ഇത്രയും പാഠത്തിൽ നിന്നുമാണ് ഓണം എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എക്സാമിന്റെ പാറ്റേണും ഓരോ പാഠങ്ങളിൽ നിന്നും വരുന്ന ചോദ്യങ്ങളും മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ ഓണം എക്സാമിന് വന്ന ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ചോദ്യം അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. What is the next term of the perfect square number sequence 1, 4, 9, etc.? 10, 16, 20, 25 എന്ന ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിന്റെ പ്രത്യേകത ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ സീക്വൻസ് ആണ്. ഓക്കെ, എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36. ഓക്കെ, ഇതിലെ 1, 4, 9, 16, 25, 36 ഇവയെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സീക്വൻസ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. 1, 4, 9. ഓക്കെ, ഈ നെക്സ്റ്റ് ടേം, ഓക്കെ, അടുത്ത നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. അങ്ങനെയെങ്കിൽ 1 ഇവിടെ എഴുതിയിട്ടുണ്ട്, 4 ഇവിടെ എഴുതിയിട്ടുണ്ട്, 9 ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ടേം ഏതായിരിക്കും? 16. സോ ഉത്തരം എന്താണ്? 16 ആണ്. ഇത് ഒരിക്കലും ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരു സീക്വൻസ് എപ്പോഴാണ് അരിത്മെറ്റിക് സീക്വൻസ് ആവുന്നത്? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാവുമ്പോഴാണ്. ഇവിടെ 1ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 4ൽ നിന്നും 1 പോയാൽ 3 ആണ്. ഇനി 9ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 9ൽ നിന്നും 4 പോയാൽ 5 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്തല്ല? തുല്യമല്ല. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല, അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സീക്വൻസ് ആണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 1, 4, 9, 16, 25, 36 ഇങ്ങനെ പോകുന്ന ഈ സീക്വൻസിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. 9 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതാണ്? 16 ആണ്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? 16 എന്നെഴുതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. Read the two statements given below. Statement 1. If the sum of second and fifth term of an arithmetic sequence is 17, then the sum of third and fourth terms is also 17. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂട്ടിക്കഴിഞ്ഞാൽ 17 ആണ്. അതുപോലെ തന്നെ അതേ അരിത്മെറ്റിക് സീക്വൻസിന്റെ തേർഡ് ടേമും ഫോർത്ത് ടേമും കൂട്ടിക്കഴിഞ്ഞാലും 17 ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ആദ്യം ഇത് ശരിയാണോ എന്ന് നോക്കാം. അരിത്മെറ്റിക് സീക്വൻസ് എന്ന പാഠഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അതിന്റെ പാർട്ട് 3യിൽ നമ്മൾ 3 തിയറംസ് പഠിക്കുന്നുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ തിയറത്തിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു തിയറമുണ്ട്. അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 2 പെയർ ഓഫ് ടേംസുകൾ നമുക്ക് തന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് 2ഉം 5ഉം ഒരു പെയർ ആയിട്ട് എടുക്കാം, 3ഉം 4ഉം മറ്റൊരു പെയർ ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ 2 പെയേഴ്സ് ഓഫ് ടേംസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ പൊസിഷൻസ്, ഓക്കെ, അവയുടെ പൊസിഷൻസുകളുടെ സമ്മ് തുല്യമാണെങ്കിൽ ആ ടേംസുകളുടെ സമ്മും തുല്യമായിരിക്കും. അതായത് 2ഉം 5ഉം കൂട്ടിയാൽ എത്രയാ? 7 ആണ്. അതുപോലെ 3ഉം 4ഉം കൂട്ടിയാൽ എത്രയാ? 7 ആണ്. അതായത് ഈ 2 പെയേഴ്സുകളുടെയും പൊസിഷൻസ്, ഓക്കെ, പൊസിഷൻസുകളുടെ സമ്മ് എത്രയാണ്? 7 ആണ്. അതായത് സെയിം ആണ്. അങ്ങനെയെങ്കിൽ അവയുടെ ടേംസുകളുടെ സമ്മും സെയിം ആയിരിക്കും. 17. ഇപ്പൊ ഇവിടെ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഒന്നാമത്തെ പദം, ഓക്കെ, ഫസ്റ്റ് പദത്തിന്റെയും സിക്സ്ത് ടേമിന്റെയും സമ്മ് ചോദിച്ചാൽ എത്രയായിരിക്കും? 1ഉം 6ഉം കൂട്ടിയാൽ എത്രയാ? 7 തന്നെയല്ലേ? അതായത് 1ന്റെയും 6ാമത്തെയും ടേംസിന്റെ സമ്മും 17 ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 2 പെയർ ഓഫ് ടേംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ പൊസിഷൻസിന്റെ സമ്മ് തുല്യമാണെങ്കിൽ ആ ടേംസിന്റെ സമ്മും തുല്യമായിരിക്കും. ഓക്കെ,
അപ്പൊ നമുക്ക് എന്ത് പറയാം, സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, ട്രൂ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണോ. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്, ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് 2 പൊസിഷൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അതർ 2 പൊസിഷൻസ് then the sum of the terms at each pair is the same. ആ ഒരു തിയറമാണ് ഇവിടെ പറയുന്നത്. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ സം ഓഫ് 2 പൊസിഷൻസ്, ഓക്കെ, രണ്ട് ടേംസുകളുടെ പൊസിഷൻസുകൾ തുല്യമാണെങ്കിൽ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അതർ 2 പൊസിഷൻസ്, രണ്ട് പെയേഴ്സ് ഓഫ് ടേംസുകളുടെ പൊസിഷൻസ് തുല്യമാണെങ്കിൽ then the sum of terms at each pair is the same. അതായത് ആ പെയേഴ്സുകളുടെ ടേംസുകളുടെ സമ്മും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാവാനുള്ള ഒരു കാരണമാണ്. ഓക്കെ, അതായത് ഇവിടെ ഓപ്ഷൻ സിയിലാണ് അത് പറയുന്നത്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 is the correct reason of സ്റ്റേറ്റ്മെന്റ് 1. അപ്പൊ ഏതായിരിക്കും ഉത്തരം, ഓപ്ഷൻ സി ആണ് ഉത്തരം.